കേരളത്തിൻ്റെ വികസനത്തിലേക്ക് സാൻ ഫെർണാണ്ടോ ഇങ്ങനെ അടിവെച്ച് ഓളങ്ങളെ ഇളക്കി തിരമാലകളെ വകഞ്ഞു മാറ്റി ഇങ്ങനെ കയറി വരികയാണ്. ഈ മനോഹര നിമിഷത്തിൽ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൂടി ഈ സന്തോഷം പങ്കിടാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ വി എൻ വാസവൻ. യഥാർത്ഥത്തിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയ്ക്കും വലിയൊരു അഭിമാന നിമിഷമാണ്. ഇതിനുവേണ്ടി എത്തിച്ച എല്ലാ കേരളീയർക്കും, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും നമ്മൾ അഭിവാദനം നേരുകയും ചെയ്യുന്നു. ഈ ഒരു സന്തോഷ നിമിഷം താങ്കൾ എങ്ങനെയാണ് 24 ലക്ഷക്കണക്കിന് പ്രേക്ഷകരുമായി പങ്കിടുക? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആവേശത്തിൻ്റെയും നിമിഷങ്ങളാണ്. ലോകമാകെ കേരളത്തെ ഉറ്റുനോക്കുന്നു. വിഴിഞ്ഞത്തെ സാൻ ഫെർണാണ്ടോ ഇതാ നമ്മുടെ തീരത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ചരിത്ര നിമിഷമാണ്. കേരളത്തിൻ്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഇന്നിവിടെ എത്തിച്ചേരുന്ന സാൻ ഫെർണാണ്ടോ കപ്പലിൽ 9,000-ഓളം കണ്ടെയ്നർ കയറ്റാൻ കഴിയുന്ന കപ്പലാണ്. ഇവിടുന്ന് 1,900 കണ്ടെയ്നറാണ് നമുക്കിവിടെ ഇന്നും നാളെയുമായി അൺലോഡ് ചെയ്യുന്നത്. അത് വിവിധ കപ്പലുകളിലേക്ക് കയറ്റി നമ്മുടെ രാജ്യത്തെയും അയൽ രാജ്യങ്ങളിലെയും വിവിധ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ. അപ്പോൾ അത്തരം ഒരു നിമിഷത്തിലേക്ക് എത്തുമ്പോൾ നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാവിലെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്ത് കപ്പലിനെ സ്വീകരിക്കും. ആ ധന്യമുഹൂർത്തത്തിന് വേണ്ടി നാടും നഗരവുമെല്ലാം അണിഞ്ഞൊരുങ്ങി അത്യാഹ്ലാദത്തോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് വിഴിഞ്ഞത്തും പരിസരത്തുമെല്ലാം കാണാൻ കഴിയുന്നത്. കാര്യം, അതായത് നമ്മുടെ ഇത്രയും വലിയൊരു വികസനം ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് കേരളത്തിന്. ഇത് ഒരുപക്ഷെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വിഴിഞ്ഞം തുറമുഖം കയറി പറ്റുന്ന ദിവസമാണെന്ന്. അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷം നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ ഈ വികസനം വരുമ്പോൾ ചിലപ്പോൾ ഈ വികസനത്തിൻ്റെ ഓരത്ത് ചില മനുഷ്യർ അവരുടെ കണ്ണീരും ഒക്കെ ബാക്കിയാകും. അപ്പോൾ ഏതെങ്കിലും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനസമൂഹത്തിനോ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതെങ്ങനെയൊക്കെ ആയിരിക്കും പരിഹരിക്കാൻ പോകുന്നത്? കാരണം ആരുടെയും കണ്ണീര് വീഴാതെ ഈ വലിയ പോർട്ട് നമുക്ക് ലോകത്തിലേക്ക് തുറന്നു കൊടുക്കണം. SK സൂചിപ്പിച്ചതുപോലെ ആരുടെയും കണ്ണീര് വീഴാതെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുയർത്തിയ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം കണ്ടുകൊണ്ടാണ് ഈ പോർട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. ഇതിനോടകം തന്നെ 106.8 കോടി രൂപ ഇത് ഈ പ്രദേശത്ത് സ്ഥലം വിട്ടുകൊടുത്തവർക്കും തൊഴിൽ നഷ്ടപ്പെടുത്തുന്നവർക്കും വിവിധ തരത്തിൽ പ്രയാസമുണ്ടെന്നവർക്കും എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതുകൂടാതെ തന്നെ അവരുയർത്തിയ ഒട്ടേറെ പ്രാദേശിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ സ്കൂളിൻ്റെ പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, പ്ലേ ഗ്രൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്, ജോലിയുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് തദ്ദേശവാസികളുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഇത് ഉയർത്തിയ സംഘടനകളുമെല്ലാമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞാനും ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനും, കാരണം അവിടുത്തെ ഫിഷർമെൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ചർച്ച ചെയ്ത് ഇന്നലത്തോടുകൂടി എല്ലാത്തിനും പരിഹാരമുണ്ടാകുന്ന പൊതുധാരണയിൽ ഞങ്ങളെത്തി. അതുകൊണ്ട് ആരുടെയും കണ്ണീര് വീരാതെയായിരിക്കും വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അങ്ങേ വിനയപൂർവ്വം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന രൂപത്തിൽ ഞങ്ങൾ പറയാൻ വന്നത്, കേരളത്തിനുണ്ടാകുന്ന ഈ രംഗത്തെ നേട്ടങ്ങൾ കേരളത്തിന് സാമ്പത്തികമായി, വ്യവസായികമായി, വാണിജ്യപരമായി, തൊഴിൽപരമായി, ടൂറിസം മേഖലയിൽ ഇങ്ങനെ നാനാരംഗത്ത് വികസനത്തിൻ്റെ കുതിപ്പുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുകയാണ്. ഈ തുറമുഖത്തിനുള്ള സവിശേഷതകൾ ലോകത്ത് മറ്റൊരു തുറമുഖത്തിന് ലഭിക്കാത്ത പ്രകൃതിയുടെ വരദാനമാണ് വിഴിഞ്ഞം തുറമുഖം. കാരണം 20 മുതൽ 24 മീറ്റർ വരെ ആഴമുണ്ട് വിഴിഞ്ഞം പ്രദേശത്ത്. ആഴത്തിലാണെങ്കിൽ അടിയിൽ പാറയാണ്. മറ്റു തുറമുഖങ്ങളെല്ലാം ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അവർ ഡ്രഡ്ജ് ചെയ്തെങ്കിൽ മാത്രമേ ആ തുറമുഖം ചെളിവാരി മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ അത്രയൊരു പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് മാത്രമല്ല, തീരത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് എത്തിച്ചേരാൻ കഴിയും എന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഘടകം കൂടി ഇവിടെയുണ്ട്. കൊച്ചിയിൽ പോലും 72 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ കപ്പൽ വരൂ മദർഷിപ്പ്. അതേസമയത്ത് ഇവിടെ 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് വരികയാണ്.
അപ്പോൾ പ്രകൃതിദത്തമായ ഒരു അനുഗ്രഹീതമായ ഘടകം, അതിൻ്റെ സൗന്ദര്യവും സൗകര്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്, സെമി ഓട്ടോമേറ്റഡാണ്. അപ്പോൾ ഈ തുറമുഖത്തിൽ നമുക്ക് ഭാവിയിൽ ഇനിയും അതിൻ്റെ വികസന സാധ്യതയിൽ ഇപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഫേസ് തീരുമ്പോൾ തന്നെ പ്രതിവർഷം 10 ലക്ഷം കണ്ടെയ്നർ കയറ്റിയിറക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. അത് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭാവിയിൽ ലോകത്തെമ്പാടുമുള്ള മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖം അവർക്ക് എല്ലാ ഘട്ടങ്ങളിലും വിവിധ തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു തുറമുഖമായി ഇത് മാറുന്നു. അതിൻ്റെ 3, 4 ഘട്ടം, 1, 2, 3, 4 ഘട്ടം കഴിയുമ്പോഴേ ഒന്നാം ഘട്ടം ഇപ്പോൾ തീരുന്നു. അടുത്ത ഘട്ടങ്ങൾ തുടങ്ങാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ബഹുജനാഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ ജൂൺ 19 നടന്നപ്പോൾ 700-ൽ പരം ആളുകൾ പങ്കെടുത്തിരുന്നു. 110ഓളം നിർദ്ദേശങ്ങളാണ് ഇതിൽ വന്നത്. എല്ലാവരും സ്വാഗതം ചെയ്തു. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെയാണ് അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാൻ അവിടുത്തെ ജനങ്ങൾ നമുക്ക് അനുമതി തന്നത്. അങ്ങനെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനവും ഭാവിയും സംബന്ധിച്ച് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചു. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ മറ്റ് ജനങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ തുറമുഖത്തിന്റെ വികസന വീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിനിസ്റ്ററെ, യഥാർത്ഥത്തിൽ മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ പ്രേക്ഷകർ ഒരു സാൻ ഫെർണാണ്ടോ ഈ പുറംകടലിൽ കിടക്കുന്ന കാഴ്ച കൂടി 24-ലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സാൻ ഫെർണാണ്ടോയുടെ ദൃശ്യം ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ മനസ്സിലുള്ള തിരയിളക്കം എന്തായിരുന്നു? നിശ്ചയമായും ആഹ്ലാദത്തിൻ്റെ, ആരവങ്ങളുടെ, അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ എൻ്റെയും മനസ്സിൽ കൂടി ഇങ്ങനെ ഓളം വെട്ടി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും അഭിമാനിക്കാൻ വക നൽകുന്ന ചരിത്ര മുഹൂർത്തം, ഈ ധന്യ നിമിഷം ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് നമുക്കെല്ലാം സൃഷ്ടിക്കുന്നത്. എല്ലാവർക്കും എന്ന പോലെ എനിക്കും അതാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ വി എൻ വാസവൻ. എന്തായാലും താങ്കൾക്ക് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരിക്കുമെന്ന് എനിക്കറിയാം. പിന്നീട് നമുക്ക് വീണ്ടും ബന്ധപ്പെടാൻ കഴിയും. എന്തായാലും ഈ ഒരു നല്ല നിമിഷത്തിന് താങ്കൾക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഇതിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം വലിയൊരു ആഹ്ലാദ നിമിഷമാണ്.